ആരാ നിങ്ങളൊക്കെ? എന്നെ പരിചയപ്പെട്ടിട്ട് നിനക്കിപ്പോ എന്താ കാര്യം? അല്ല, കൂടുതൽ അടിപൊളി പെങ്കൊച്ചൊക്കെ ഉണ്ടല്ലോ. ജഗ്ഗേ, പയ്യന്റെ ഫോട്ടോ മാത്രമേ അയച്ചോളൂ. ഇങ്ങനൊരു സെറ്റപ്പ് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുങ്ങി വരായിരുന്നു. ഏയ്, നാക്കിന് എല്ലാം വിചാരിച്ച് കളിക്കല്ലേ. എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് നിന്നെ വേണോടാ. പിടിക്കടാ, മര്യാദയ്ക്ക് കൂടെ വേണം. വന്നില്ലെങ്കിലോ ഞാൻ എന്തിനാ കൂടെ വരുന്നേ? മരണമെന്ന് കേട്ടാലും ജീവനും കൂടെ ഇവിടെ എല്ലാം. പക്ഷെ നിങ്ങൾ മരണത്തെ തേടി വന്നിരിക്കല്ലേ? തൃശൂൽ, നിനക്ക് എന്താ പറ്റിയ? തൃശൂൽ, സംസാരിക്കും. തൃശൂൽ, എന്നോട് സംസാരിക്കും. തൃശൂൽ, പിടിച്ച് കേട്ടടോ അവനെ. ആരാടാ നിങ്ങള്? ആരാ നിങ്ങളെ അയച്ചത്? പറ, മറുപടി പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ, എന്നെ വെറുതെ വിട്. നീ ഞങ്ങളുടെ കുലദൈവമാണ്. അയ്യോ നാഗദേവതേ, എന്നെ ഒന്ന് വെറുതെ വിട്. നീ എന്റെ ദൈവമാണെന്ന് മറക്കണ്ട. പറ, ആരാ നിങ്ങളെല്ലാം? എനിക്കതൊന്നും അറിയില്ല. ആ ജഗ്ഗി കുറച്ച് കാശ് തന്ന് ഞങ്ങളെല്ലാരും വിളിച്ചതാ. ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ആദ്യം ഇവരിൽ നിന്നും
ഇപ്പൊ നടന്നതിന്റെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളയണം. ഒരു കാരണവശാലും ഇവരിതൊന്നും ഓർക്കാൻ പാടില്ല. ത്രിശൂൽ, ത്രിശൂൽ എഴുന്നേക്ക്. ത്രിശൂൽ കണ്ണു തുറക്ക്. ത്രിശൂൽ, എന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ടാണ് നിനക്ക് ഈ അപകടം പറ്റിയത്. എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നത്? നിനക്ക് നിന്റെ പാട് നോക്കി പോയാൽ മതിയായിരുന്നില്ലേ? രക്ഷപ്പെട്ടാ മതിയായിരുന്നില്ലേ? ഇപ്പൊ നോക്കി, ഞാൻ കാരണം നീ ഏതവസ്ഥയിലായിരിക്കുന്നു. ഞാൻ കൂടെ ഉള്ളത് കൊണ്ടാ നിനക്ക് ഇങ്ങനെയല്ല സംഭവിച്ചത്. ത്രിശൂൽ, ത്രിശൂൽ, ത്രിശൂൽ എഴുന്നേക്ക്. ത്രിശൂൽ, ത്രിശൂൽ പ്ലീസ്. ത്രിശൂൽ കണ്ണു തുറക്ക്. ത്രിശൂൽ, ത്രിശൂൽ, എന്തിനാ നീ എന്നെ രക്ഷിക്കാൻ വന്നത്? ത്രിശൂൽ, നിനക്കൊന്നും സംഭവിക്കില്ല. നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് നിന്നെ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ മഹാദേവൻ എന്നോട് പൊറുക്കില്ല. നിന്നെ ഉറപ്പായിട്ട് ഞാൻ രക്ഷിച്ചിരിക്കും ത്രിശൂൽ. പക്ഷേ എങ്ങോട്ടാ ഞാൻ കൊണ്ടുപോവാ? ത്രിവിക്രമനൊന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, അവൻ അല്ലെങ്കിലേ മുൻകോപം കൂടുതലാ. ഇത് കേട്ട വെറുതെ അങ്ങ് ടെൻഷൻ അടിക്കും. എന്താ ഏതാന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയാൻ പറ്റില്ല. ദേഷ്യം വന്നിട്ട് തൃശ്ശൂരിനെ ഈ അവസ്ഥയിലാക്കിയവരെ തെരഞ്ഞെങ്ങാനും പോയ പിന്നെ അത് ബുദ്ധിമുട്ടാവും. വേണ്ട, തൃശ്ശൂരിന്റെ വീട്ടിലുള്ളവരോട് ഇക്കാര്യം പറയണ്ട. അവരും വെറുതെ വിഷമിക്കും. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? ഡോക്ടർ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? തലയ്ക്ക് കാര്യമായ അടി കിട്ടിയത് കാരണം അൺകോൺഷ്യസ് ആയിരിക്കുക. ബോധം വരാനായിട്ട് ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? നത്തിങ് ടു വറി. ജീവൻ ആപത്തൊന്നുമില്ല. ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ടെൻഷനൊന്നും അടിക്കണ്ട. കെയർഫുള്ളായി നോക്കിയാൽ മതി. ശരി ഡോക്ടർ. ശരി മോളെ, ഞാൻ വരട്ടെ. ഇല്ല, ഇവിടെ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ നാഗറാണി മരിച്ചിട്ടില്ല. അവൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. അവൾ ശിവാനിയല്ല നാഗമാണെന്നുള്ള കാര്യം എത്ര തന്നെ പറഞ്ഞിട്ടും എന്റെ വാക്കുകളാരും വിശ്വസിച്ചിരുന്നില്ല. അവൾ ഞങ്ങളെല്ലാം പറ്റിക്കുകയായിരുന്നു. ഇപ്പൊ അവൾ തൃശ്ശൂരിന്റെ കൂടെ ചേർന്ന് ഞങ്ങളെല്ലാം കബളിപ്പിക്കുകയാണ്. അവളുടെ ഉദ്ദേശം വേറെ എന്തോ ആണ്. ഉറപ്പായിട്ട് അവൾക്ക് എന്തോ ഉദ്ദേശമുണ്ട്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അന്ന് അവിടെ മരിച്ചത് നാഗറാണിയല്ലേ? പിന്നെ ഞങ്ങൾ അന്ന് കൊന്നത് ആരെയാണ്? അവളും ഇവളെപ്പോലെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അവൾ നീലിയുടെ രൂപത്തിലേക്ക് മാറി. അപ്പോ ഇവിടെ 2 നാഗറാണിമാരുണ്ടോ? ഓ മൈ ഗോഡ്, ഒരു പിടിയും കിട്ടുന്നില്ലോ എനിക്ക്. സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. കൈയും കാലും വിറച്ചിട്ട് വയ്യ. എന്താ ഇപ്പൊ ചെയ്യുക? ദിഗ്വിജയന് ശിവാനിയാണ് നാഗറാണി എന്ന കാര്യം മനസ്സിലായി കാണൂ. അറിഞ്ഞിട്ടും അവൻ എന്തിനാ നീലിയെ കൊന്നത്? അപ്പോ ദിഗ്വിജയ് എന്തോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. പല കളികളും ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഇതിനെല്ലാം ഉള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. ആ ശിവാനിയാണ് നാഗറാണി എന്നുള്ള കാര്യം ഞാൻ തന്നെ പ്രൂവ് ചെയ്തോളാം. അതുമാത്രമല്ല, ഈ ത്രിവിക്രമനും തൃശ്ശൂരും ആരുടെ മക്കളാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. തൃശ്ശൂർ, 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 എന്ത്? അയ്യോ,
ദേഹം നല്ല ചൂടുണ്ടല്ലോ. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. എന്താ ചെയ്യപ്പോ? അയ്യോ, പനി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. മഹാദേവ, എന്താ ഞാൻ ചെയ്യാ? വീട്ടിലേക്ക് വിളിച്ച് പറയാന്ന് വെച്ചാ ഈ നേരത്തെ വിളിച്ച് അവരൊക്കെ ടെൻഷൻ അടിക്കും. വേണ്ട, എന്തായാലും നേരം വെളുക്കട്ടെ. അവനിത് എവിടെ പോയി കിടക്കുന്നു എന്തോ. അവനെ ഫോൺ വിളിക്കാം. ഡാഡിയാണല്ലോ വിളിക്കുന്നത്. കോൾ എടുത്തു കഴിഞ്ഞാൽ എന്നോട് തിരിച്ചു വരാൻ പറയും. ഇപ്പൊ തിരിച്ചു പോയി ശരിയാവില്ല. ഇന്ന് ഇതിലൊരു തീരുമാനം അറിഞ്ഞേ പറ്റുള്ളൂ. ശിവാനിയും തൃശ്ശൂലിനെയും കുറിച്ച് ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. ഇവനാണെങ്കിൽ ഫോൺ കൊടുക്കുന്നില്ലല്ലോ. എവിടെ പോയി കിടക്കുക ഇവൻ? ഇനിയും എന്റെ തനി സ്വരൂപം പുറത്തെടുപ്പിച്ചാലേ ഇവന് മതിയാവൂ. മാഡം, 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 തൃശൂൽ, തൃശൂൽ, ഒരു മിനിറ്റ്. ഓക്കെ, മാഡം എന്ത് കാര്യത്തിനാ അവിടെ പോയി കിടക്കാൻ തന്നെ? മാഡത്തിനൊരു തുള്ളി സ്ഥലം തരാതെ ഞാൻ കിടന്നല്ലേ. സോറി മാഡം. നീ എന്തിനാ സോറി പറയുന്നത്? സത്യത്തിൽ സോറി പറയേണ്ടത് ഞാനല്ലേ? നിന്റെ ഈ സ്ഥിതിക്ക് ഞാനല്ലേ കാരണം? ആരും എന്നെ വന്ന് തല്ലിയതിന് മാഡം എങ്ങനെ കാരണമാവുന്നേ? നേരായ വഴി കൂടെ വന്ന് നിന്നെ തടഞ്ഞ് ഞാൻ പറയുന്ന വഴി കൂടെ വന്നാ മതിയെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിനക്കിന്നിപ്പോ ഇങ്ങനെയൊക്കെ ആയത്? ആ ഗുണ്ടകളുടെ കയ്യിൽ നമ്മൾ പെട്ടത്. ഐ എം വെരി സോറി. സോറി എന്തിനാ പറയുന്നത് മാഡം? ഒരു പെണ്ണിനെ കൂട്ടി പുറത്തിറങ്ങി നടക്കുമ്പോ എന്തു വന്നാലും ഫേസ് ചെയ്യാൻ റെഡിയായിരിക്കണം. ഞാൻ റെഡിയായിരുന്നില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചെങ്കിലും പോട്ടെ. മാഡത്തിന് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ദൈവമല്ലേവനാ. മാഡത്തിനൊന്നും സംഭവിച്ചില്ല, ഭാഗ്യം. സോറി മാഡം. ഇല്ല, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് പരമാവധി ശ്രമിച്ചതല്ലേ? അവരെന്നെ പിടിക്കാൻ വന്നപ്പോ നീ തടയാൻ ശ്രമിച്ചതല്ലേ? പക്ഷെ അവര് നിന്നെ അടിച്ചു. സോറി പറയേണ്ടത് ഞാനാണ് തൃശൂൽ. അതെങ്ങനെ ശരിയാവുന്ന മാഡം? സോറി പറയേണ്ടത് ഞാൻ തന്നെയാ. നമുക്കിടയിൽ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു, മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നുള്ളത്. ഫ്രണ്ട്സിന്റെ ഇടയിൽ സോറി, താങ്ക് യു, ഇതിനൊന്നും സ്ഥാനമില്ല. മാഡം, എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പോ ആ കോൺട്രാക്ട് സത്യമായിരുന്നോ? ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണല്ലേ? ഇതെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അത് പിന്നെ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ മറന്നിട്ടുണ്ടാവുന്ന വിചാരിച്ച്. പക്ഷെ മറന്നില്ലല്ലേ? മറന്നു പോവാനായിട്ട് അടി കിട്ടിയത് നിന്റെ തലയ്ക്കാ, എന്റെ തലയ്ക്കല്ല. തൃശൂർ, പതുക്കെ, ശ്രദ്ധിച്ച്. നോട്ട് റീച്ചബിൾ, നോട്ട് റീച്ചബിൾ. ശിവാനിയും തൃശ്ശൂലിനാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇവരെങ്ങോട്ടായി പോയേ? ഇപ്പൊ എവിടെയാണോ എന്താണോ ചെയ്യുന്നത്? ഒരു പിടി കിട്ടുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ തമ്മില് അകറ്റാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട മനുഷ്യനാണ് നീ.
ശിവാനിയും ആ പയ്യനും തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലാ. നീ അതിന്റെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാണമല്ലല്ലോ നിനക്ക്. ആ ശിവാനിക്കും അതെ, തിരിച്ചും അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നുണയാ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. Something is going really wrong. അവർ രണ്ടുപേരും എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ട്. അവൻ തൃശ്ശൂൽ അങ്ങനെ എന്നെ ഇതുവരെ വിളിക്കാതിരുന്നിട്ടേ ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായി അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറയുന്നവനാ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവൻ എന്നെ വിളിക്കുന്നേ ഇല്ല. ശിവാനിയാണെങ്കിലും നോ, അവിടെ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെന്തായാലും എനിക്ക് കണ്ടുപിടിക്കണം. അവരെവിടെയാണെങ്കിലും എനിക്ക് എത്രയും വേഗം അവിടെ എത്തിയേ പറ്റുള്ളൂ. ഇവിടെ ഇരിക്ക. അല്ല, എന്തിനിപ്പൊ നീ എഴുന്നേറ്റേ? എന്താ മേഡം ഇത്? മേഡത്തിന് മാത്രം കുളിച്ചിറങ്ങി റെഡി ആയാൽ മതിയോ? എനിക്കൊന്നും ചെയ്യാൻ പാടില്ലേ? നോക്ക്, ഇന്നലെ വന്നിങ്ങനെ കിടന്നിട്ട് കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല. ഇങ്ങനെ ഇരുന്നാ ദേഹത്ത് വല്ല പുഴും ഞൊളയ്ക്കും. ഇപ്പൊ എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് പോയൊന്ന് കുളിക്കണം. അയ്യോ, മേഡത്തിനോട് എന്നെ കുളിപ്പിക്കാനല്ല പറഞ്ഞേ. ആ ബാത്റൂം വരെ എന്നെ ഒന്ന് പോവാൻ സഹായിച്ചാൽ മാത്രം മതി. ശരി, വാ. മേഡം വാന്ന് പറഞ്ഞ അങ്ങ് പോയാൽ എങ്ങനെയാ? എന്നെയും കൂടി കൊണ്ടുപോകുന്നേ. ശ്രദ്ധിച്ച്. മേഡം, ഇതൊട്ടും ശരിയാവുന്നില്ല. ഇങ്ങനെ പിടിച്ചോളാം. കംഫർട്ടബിൾ ആയിട്ടിരിക്കട്ടെ. എന്താടാ കാര്യം? ഞാൻ ബിസിയാണെന്ന് നന്ദീശൻ വിളിച്ചു പറഞ്ഞിട്ട് നീ ഇത്ര പെട്ടെന്ന് കയറി വരാൻ മാത്രം എന്താ ഉണ്ടായേ? അത് ദിഗ്വിജയ്, അത് പിന്നെ ഇവനോട് നമ്മൾ കൊന്നത് യഥാർത്ഥ നാഗറാണിയല്ല, ശരിക്കുമുള്ളവൾ നിന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശിവാനിയാണെന്നുള്ള കാര്യം എങ്ങനെ പറയും? എന്താടാ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? കാര്യം പറയടാ. ഒന്നുമില്ലടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ മരുമോൾക്ക് സുഖമല്ലേ? അവക്കെന്താ പ്രത്യേകിച്ച്? നീ അവളെ പറ്റി ചോദിക്കാൻ എന്താ കാര്യം? ഒന്നുമില്ലടാ, ചുമ്മാ വെറുതെ ചോദിച്ചാ. പിന്നെ വീണ്ടും എൻഗേജ്മെന്റ് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതോ ആ ബന്ധം അവിടെ വെച്ച് തന്നെ നിർത്തിയോ? അന്നത്തെ ദിവസം അവളുടെ മാനേജർ മരിച്ചു പോയത് കാരണം എൻഗേജ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്തതാ. അല്ലാതെ വേണ്ടാന്ന് വെച്ചല്ല. നീ വെറുതെ അപശകുനം പറയണ്ട. അപശകുനം ഞാനല്ലടാ, നിന്റെ മരുമകളാ. നീ എന്തൊക്കെ അറിഞ്ഞിട്ടാണോ അവളെ വീട്ടിലെ മരുമകളാക്കാൻ ശ്രമിക്കുന്നത്? അതൊക്കെ അവസാനം നിനക്ക് തന്നെ വിനയായി തീരും. സാമ്പാ, സത്യം പറ, നീ ഇപ്പൊ ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണോ ഓടി ഇങ്ങോട്ട് വന്നത്?